തക്കാളി തൊക്ക്, തക്കാളി ചമ്മന്തി, തക്കാളി ഉരുകി, എന്തൊക്കെ വേണം. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഉപ്പ്, മുളക്, അല്ല എരിവ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ട് കാണിക്കാം. ഹലോ, ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ തക്കാളി വെച്ചിട്ടൊരു തമിഴ് വിഭവം ഉണ്ടാക്കി. അതിൻ്റെ ഒരു റിവ്യൂയും കൂടെ പറയാനാണ് ഇത് ചെയ്തത് കേട്ടോ. ഞാനിത് എന്നേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ അടുത്ത സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കണ്ടത്. തക്കാളി വെച്ച് എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തക്കാളി തൊക്ക്, തക്കാളി അലിക, അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ തമിഴിൽ പറയുന്ന പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഞാനുണ്ടാക്കിയ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കണം വിചാരിച്ച് നോക്കുമ്പോൾ 5 കിലോ തക്കാളി 100 രൂപ എന്നും പറഞ്ഞിട്ട് കണ്ടു. അങ്ങനെ 5 കിലോ തക്കാളി വെച്ച് 5 കിലോ തക്കാളിക്കാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ എൻ്റെ 1-2 ടിപ്സും കൂടെ പറയാനാണ്. ഇത് നിറച്ചും ഉണ്ടായിരുന്നു. പിന്നെ ഒരു 750 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലിനകത്ത് ആമി ഹോസ്റ്റലിലും കൊണ്ടുപോയി. അപ്പം എനിക്ക് ഇതിനകത്ത് പേഴ്സണലായിട്ട് പറയാനുള്ളത്, പുളി ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പുളി ചേർക്കുക. തക്കാളിക്ക് ഓൾറെഡി പുളിയുണ്ട്, അവർ പുളി നല്ലതുപോലെ ചേർക്കുന്നുണ്ട്. പുളി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കുകയേ വേണ്ട. ഞാനിപ്പോൾ പുളിയൊക്കെ ഇട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ആ അനുഭവത്തിൽ പറയുകയാണ്. പുളി കുറച്ച് പുളി ചേർത്താൽ മതി. പുളി തീരെയും അങ്ങ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ ആ തക്കാളിയുടെ പുളി വെച്ച് കഴിച്ചാൽ മതി. പിന്നെയെന്ന് പറയുന്നത്, നല്ലെണ്ണ വെച്ച് തന്നെ ഉണ്ടാക്കണം, ഇല്ലേ കേടുവരും. നമ്മൾക്ക് മലയാളികൾക്ക് വെളിച്ചെണ്ണയാണല്ലോ ഇഷ്ടം. വെളിച്ചെണ്ണയിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ഒരു 3 ദിവസം മാത്രമേ പുറത്ത് വെച്ചുള്ളൂ. പിന്നെ പൂക്കുമ്പോന്നൊരു സംശയം തോന്നിയപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നല്ലെണ്ണ വെച്ച് കുറച്ച്, പിന്നെ പറയാനുള്ളത് നല്ലെണ്ണ വെച്ച് തന്നെ ഉണ്ടാക്കണം. കുറച്ച് ദിവസം ഇരിക്കണം. ഈ 5 കിലോ ഒക്കെ തീരണ്ടേ. ഇതിപ്പം ഒരാഴ്ചയായപ്പോഴേ ഇത്രയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. അപ്പം നല്ലെണ്ണയിൽ തന്നെ ഉപയോഗിക്കണം. നമുക്ക് ഉപയോഗിക്കാൻ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു വിടാനാണെങ്കിൽ നല്ലെണ്ണ വെച്ച് ഉപയോഗിച്ചുള്ളൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഉണ്ടാക്കാൻ തക്കാളി മേടിച്ചിട്ട് ആമിയോട് പറഞ്ഞ് രാത്രിയാണ് വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് നമ്മൾ 5 കിലോ തക്കാളി 100 രൂപ എന്ന് കേട്ടപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് 5 കിലോ തക്കാളി 100 രൂപ. ഇനി ഇത് കഴുകി മുറിക്കാം. 5 കിലോ തക്കാളി അരിഞ്ഞ് ഇത്രയുണ്ട്. ഇനി നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്തു. ഇത്രയും ഉണ്ട്. നമ്മൾ 5 കിലോ തക്കാളിയും നന്നായി അരച്ചെടുത്തു കേട്ടോ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. തമിഴ് വിഭവം ആയതുകൊണ്ട് അവർ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലതെന്നാണ് പറയുക. പക്ഷേ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, നല്ലെണ്ണയുടെ ടേസ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് കോരി ഒഴിക്കട്ടെ. ഹായ് ഗൈസ്, അമ്മ പറഞ്ഞ പാത്രം അല്ലാതെ ഞാൻ പറഞ്ഞ പാത്രം ആയതുകൊണ്ട് നിറഞ്ഞു തുളുമ്പി. അപ്പം മുതൽ എന്നെ കുറ്റം പറഞ്ഞിരിക്കുക. പുളി ഇടണം. ഇനി കുറച്ച് ഉപ്പ്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പ്. ബാക്കി അമ്മ സ്റ്റൈലിന് ഇടാൻ തന്നില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ ഇളക്കും. ഇളക്കിയിട്ട് ഇതിന്റെ ഒരു താഴെ പുളി തടയുന്നുണ്ട് ഗൈസ്. ഇനി ചെയ്യേണ്ടത് കുറച്ച് ഉലുവയും പിന്നെ കടുകും കൂടെ വറുത്ത് പൊടിക്കണം. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വറ്റുന്ന സമയം എടുക്കുമെന്ന് തോന്നുന്നു. നമ്മൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് കടുക്, 1.5 സ്പൂൺ ഉലുവ, ഇത് രണ്ടും കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചതിൽ ചേർക്കാം. കുറച്ചേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇത് പൊടിച്ചിട്ട് അതിൽ ചേർക്കുമ്പോൾ കാണിക്കാം. ഹായ് ഗൈസ്, നമ്മളിനി കടുകും ഉലുവയും പൊടിക്കാൻ പോകും. ഉലുവ
ഉലുവയും കൂടെ പൊടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇടാൻ പോവാണ് ഗൈസ്. റെഡിയാവുന്നു ഗൈസ്. കട്ട് ചെയ്ത ഭാഗത്ത് ഞാൻ ചേർക്കാനായിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഇത് പകലുണ്ടാക്കണമെന്ന് വിചാരിച്ചത് ഈ പരമ മാറി ഈ പാതിരാത്രി വരെ ആക്കി. ചൂട് കാരണം ഇരിക്കാൻ വയ്യ ഗൈസ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായം ഒരു സ്പൂണോളം കായം. ഇത് 5 കിലോ ഉണ്ടല്ലോ, അപ്പോൾ അത്രയും കായം. പിന്നെ എരിവ് അവനവൻ്റെ അനുസരിച്ച് കേട്ടോ. മുളക് പൊടി 5 കിലോ ഉണ്ടായതുകൊണ്ട് ചിക്കൻ ഇരുന്നു. ഇതാ ഗൈസ് നമ്മുടെ തക്കാളി ഇങ്ങനെയായിരിക്കും. അതിലേക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു വിടും. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കടുകും കൂടെ പൊടിച്ചത് ചേർക്കും. ചേർത്തിട്ട് നന്നായി ഇളക്കി കഴിയുമ്പോൾ സ്വാദിഷ്ടമായ തക്കാളി തൊക്ക്, തക്കാളി ചമ്മന്തി, തക്കാളി ഉരുകി, എന്തൊക്കെ വേണം. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഉപ്പ്, മുളക് എരിവ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ട് കാണിക്കാം. നമ്മുടെ തക്കാളി തൊക്ക് റെഡിയായി. 5 കിലോയിൽ 5 കിലോ തക്കാളിക്കാണ് നമ്മൾ ചെയ്തത്. 1/2 കിലോ കൂടുതൽ ആമി ഹോസ്റ്റലിൽ കൊണ്ടുപോയി. ബാക്കി ഇത്രയുണ്ട്. ഇനി ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് അവരെല്ലാവരോട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതും കൂടെ റിവ്യൂ ആക്കി ഇടാൻ ഞാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം.